ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസിനെയും വിശ്വാസികളുടെ സമൂഹമായ കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഏവരെയും ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വളരെ വിനയത്തോടെ സ്നേഹത്തോടെ പ്രഭാതവചനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം 12 ഏപ്രിൽ 2026, ഈ മാസത്തെ 12ാമത്തെ ദിവസം, ഈ വർഷത്തെ 102ാമത്തെ ദിവസം ആണ്. ഇന്ന് 473ാമത്തെ എപ്പിസോഡ് പബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടി ദൈവത്തിൽ ശരണപ്പെടുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്നത് പുതു ഞായറാഴ്ച. ഇന്ന് വിശുദ്ധ കുർബാനയിൽ, വിശുദ്ധ ഏവൻഗേലിയോൻ മേശയിൽ വായിച്ചു കേൾക്കാൻ പോകുന്നതായ വേദഭാഗം വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 20-ാം അധ്യായം 19 മുതൽ 29 വരെയുള്ള വേദഭാഗങ്ങൾ ആയിരിക്കും. യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം മൂലം ഒരു പുതിയ ലോകം ഉടലെടുത്തിരിക്കുന്നു. അതായത് പാതാളസ്ഥിത മൃതർക്കും ജീവനോടിരിക്കുന്നവർക്കും രക്ഷ നൽകുന്ന പുതിയ ലോകം ആരംഭിച്ചിരിക്കുന്നു. അതിനാൽ ഈ ഞായറാഴ്ച പുതു ഞായറാഴ്ച അഥവാ ന്യൂ സൺഡേ എന്ന് അറിയപ്പെടുന്നു. ഇന്ന് നാം വായിച്ചു കേട്ട എവൻഗേലിയോൻ വേദഭാഗം വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 20-ാം അധ്യായം 19 മുതൽ 29 വരെയുള്ള ഭാഗമാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് 4 കാര്യങ്ങളാണ്. അത് ആരംഭിക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ ഒരാഴ്ചത്തെ ഹേവോറോ ദിനങ്ങളെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഇട്ടത് നിങ്ങൾ ശ്രവിച്ചു കാണും. തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെയുള്ള ഹേവോറോ ദിനങ്ങളെക്കുറിച്ച് നാം ശരിക്കും മനസ്സിലാക്കുകയും അതിൽ അത്യധികം സന്തോഷിക്കുകയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൽ നാം അത്യധികം സന്തോഷിച്ച് അവൻ്റെ തൃപാദത്തിൽ നമ്മളെ തന്നെ സമർപ്പിച്ചിട്ടും ഉണ്ടാകും എന്ന് കരുതട്ടെ. ഇനിയും ഇന്നത്തെ ചിന്താവിഷയമായ 4 കാര്യങ്ങൾ ആണ് ഇവിടെ എടുത്ത് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തത്, യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം ദൈവശക്തിയുടെ വെളിപ്പെടുത്തലാണ്. 1 രാജാക്കന്മാർ 18-ാം അധ്യായം 37-38 വാക്യത്തിൽ പ്രകാരം പറയുന്നു: ഏലിയ പ്രവാചകൻ കർമ്മേൽ മലയിൽ യഹോവയെ അറിയാതിരുന്ന ജനത്തിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് യഹോവയെ എനിക്ക് ഉത്തരം അരുളണമേ എന്ന് അപേക്ഷിച്ചപ്പോൾ യഹോവയുടെ തീ ഇറങ്ങി ഏലിയാവിന്റെ ബലിയെ കൈക്കൊള്ളുന്നതായി ഇവിടെ നാം കാണുന്നുണ്ട്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 5 മുതൽ 12 വരെയുള്ള വേദഭാഗം നാം നോക്കുമ്പോൾ, നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. എൻ്റെ വചനം നിവർത്തിക്കേണ്ടതിന് ഞാൻ ജാഗരിച്ചു കൊള്ളും എന്ന് ഈ വേദഭാഗം എടുത്തു പറയുന്നു. മഹത്വമുള്ളവനായ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 10, 11, 13 വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ, ഇതാ യഹോവയായ കർത്താവ് ബലശാലിയായി വരുന്നു, അവന്റെ ഭുജം അവന് വേണ്ടി ഭരണം ചെയ്യുന്നു. യഹോവയുടെ മനസ്സ് ആരാഞ്ഞറിയുകയോ അവന് മന്ത്രിയായി അവനെ ഗ്രഹിക്കുകയോ ചെയ്തത് ആർ? യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനം സകല മഹത്വത്തോടും കൂടെ സർവ്വജാതികളെയും കർത്താവിന്റെ രക്ഷയിലേക്ക് ആനയിക്കുന്നതായ ദൈവശക്തിയുടെ വെളിപ്പെടുത്തലായിരുന്നു. ഈ സത്യം കർത്താവ് ശിഷ്യന്മാരെ അറിയിക്കുന്നു. വാതിലുകൾ അടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. വാതിലുകൾ അടച്ചിരിക്കെ അകത്ത് പ്രവേശിക്കുവാൻ കഴിയുന്നതാണ് പുനരുത്ഥാനത്തിൽ രൂപാന്തരപ്പെടുന്ന ശരീരം എന്ന് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാകും. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, പുനരുത്ഥാനം ചെയ്ത കർത്താവ് ശിഷ്യന്മാരെ ഭരമേൽപ്പിച്ച ദിവ്യ നിയോഗം ആണ്. യേശു തമ്പുരാൻ ശിഷ്യന്മാരുടെ മേൽ ഊതി അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ, ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അത് അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ നിയോഗം പിതാവ് പുത്രനെ ഭരമേൽപ്പിച്ച ദൗത്യ നിർവഹണത്തിലുള്ള പങ്കാളിത്തമായിരുന്നു. ശിഷ്യന്മാർക്ക് പൗരോഹിത്യ നൽവരം നൽകുന്നതായി നാം ഇവിടെ കാണുന്നുമുണ്ട്. മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെ കുറിച്ചുള്ള ബോധ്യം ശിഷ്യന്മാരുടെ ദൗത്യ നിർവഹണത്തിന്റെ അടിത്തറയായി തീർന്നു എന്ന് നമുക്ക് മനസ്സിലാകും. ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയിൽ
അവനോടുകൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർ അവന്റെ കഷ്ടാനുഭവത്തെങ്കിലും മരണത്തെങ്കിലും പതറിപ്പോയിരുന്നുവെങ്കിലും അവരെ ഭരമേൽപ്പിച്ച ദൗത്യം ദൈവാശ്രയത്തോടെ നിറവേറ്റുന്ന കാഴ്ച നാം ഇവിടെ കാണുന്നു. ഇതിന് ശിഷ്യന്മാരെ പ്രേരിപ്പിച്ച വലിയ ഘടകം യേശു മരണത്തെ ജയിച്ച് പുനരുദ്ധാനം ചെയ്തിരിക്കുന്നു എന്ന വസ്തുത ആണ്. നാലാമത്തെ കാര്യമെന്ന് പറയുന്നത് മാർത്തോമാ ശ്ലീഹായുടെ വിശ്വാസ പ്രഖ്യാപനമാണ്. വിശുദ്ധ തോമാ ശ്ലീഹ യേശു അവരെ സന്ദർശിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല. ശിഷ്യന്മാർ യേശുവിനെ കണ്ടു എങ്കിലും തോമാ ശ്ലീഹ കർത്താവിൻ്റെ ആണിപ്പാടുകളും വിലാപവും കാണാതെ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. 8 ദിവസം കഴിഞ്ഞ് യേശു വീണ്ടും പ്രത്യക്ഷനാവുകയും തൻ്റെ കൈകളും വിലാപ്പുറവും തോമാ ശ്ലീഹായെ കാണിക്കുകയും ചെയ്തു. ആ അവസരത്തിൽ തോമാ ശ്ലീഹ പറഞ്ഞത്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ എന്നാണ്. വിശ്വാസത്തിന് ജന്മം കൊടുത്ത സംശയം എന്നാണ് തോമാ ശ്ലീഹയുടെ സംശയത്തെ പറ്റി പരാമർശിക്കുന്നത്. ആ വിശ്വാസമാണ് തോമാ ശ്ലീഹ മറ്റു ശിഷ്യന്മാരിൽ നിന്നും വ്യത്യസ്തപ്പെടുന്നത്. കർത്താവിൻ്റെ വീണ്ടും വരവിനെ അനുസ്മരിക്കുന്ന വിശുദ്ധ കുർബാനയിലെ സന്ദർഭത്തിൽ വിശുദ്ധ കുർബാന പടിഞ്ഞാറോട്ട് എഴുന്നള്ളിക്കുമ്പോൾ പുരോഹിതൻ ഏറ്റുപറയുന്ന വിശ്വാസ പ്രഖ്യാപനം വിശുദ്ധ തോമാ ശ്ലീഹ ഉച്ചരിച്ച അതേ വാക്യങ്ങൾ ആണ്. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമായുള്ളവേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി എന്നാണ് ആ അവസരത്തിൽ ആചാര്യശ്രേഷ്ഠൻ ചൊല്ലുന്നത്. അതുപോലെ നമ്മുടെ ജീവിതത്തിലും അപ്രകാരം അവനെ വിളിച്ചുകൊണ്ടിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.